ഒരു കാര്യം കാണിച്ചു തരാം. ഒരു കൂന്തലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടെ ഒരു കുഞ്ഞു മീൻ. കൂന്തൽ കഴിച്ചിട്ട് ദേഷ്യമില്ല തോന്നുന്നു. കൂന്തൽ കഴിക്കുക ഈ മീൻ, നല്ലൊരു മീൻ. ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ ലൈറ്റ് ആയിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സാൽമിയയിലുള്ള ന്യൂ മലബാറിക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗീ റോസ്റ്റ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു, പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഫുഡായിരുന്നു. നെക്സ്റ്റോലെത്തി പതുക്കെ ഇറങ്ങേ. ദുവാ എന്താ വേണ്ടത്? ദുവാ സെബാമെറ്റിൻ്റെ ക്രീമാണല്ലേ. ഓ മൈ ഗോഡ്, വാട്ടേ വില. നമുക്ക് വന്നിട്ട് വാങ്ങാം. ഇതിലുള്ള മുരിങ്ങയിലാണ് കേട്ടോ. ഇവിടുത്തെ 395 പിൽസാണ് റേറ്റ്. രണ്ട് മണിയായി. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്. ഇവിടുത്തെ ഈ ഒരു പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ലിഫ്റ്റിൽ കയറി. ഇവിടെ 7ാമത്തെ ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. അത് കിടക്കണ്ടേ? അതൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ വെച്ച് നമ്മളകത്ത് കയറുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വാതിൽ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് കുറേ കുക്കിംഗ് പരിപാടി ഉണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇനി കുക്കിംഗ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞു വന്നു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ചോറും ഇന്നുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂന്തൽ മസാല ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൂന്തലിനെ ക്ലീൻ ആക്കി എടുക്കണം. എനിക്കറിയില്ല ഈ കൂന്തൽ ക്ലീൻ ആക്കാൻ. പക്ഷേ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ട്. ക്ലീൻ ആക്കി എടുക്കാം. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ കൂന്തൽ. ഓക്കെ, ശ്രമിക്കാം. ചുറ്റ കൂന്തൽ ഇതേ ഞാൻ ഒരുവിധം വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി കൂന്തൽ മസാല ഇവിടെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. കൂന്തൽ പിന്നെ ഞാൻ എല്ലാം എരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. കൂന്തലിന് ആവശ്യത്തിലധികം വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂന്തൽ കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചോറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് തുണികൾ വാഷ് ചെയ്യേണ്ട. നമുക്ക് റൂമിൽ പോയി തുണികൾ എടുത്തിട്ട് വന്നിട്ട് വാഷ് ചെയ്യാം. ഈ ഒരു സാധനം ഞാനിന്ന് വാങ്ങിയതാണ്. ചന്ദനത്തിൽ വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ എന്തോ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയുണ്ട്. എന്തായാലും കത്തിച്ച് നോക്കാം. കൈ മണം എന്താണോ? കൂന്തൽ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കൂന്തൽ ഫ്രൈ ആണ്. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിലാക്കണം. ഇന്നലെ കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു, അതും കൂന്തൽ ഫ്രൈയും കൂടെ ആക്കണം കേട്ടോ. ചോറ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാൽ കുറേ സാധനങ്ങൾ ഒതുക്കി വയ്ക്കാനുണ്ട്. അതൊക്കെ ചെയ്യാൻ കേട്ടോ ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.